നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം അമ്മയുടെ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മത്തി കൊണ്ട്. അതായത് ഇത് കണ്ടോ, ഇവിടെ ഇത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് മാങ്ങാത്തൊലി എന്നാണ് ഇതിന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഒരു 5-6 മത്തി, ഏകദേശം ഒരു 300 ഗ്രാം മത്തി കാണും. നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ ആവശ്യത്തിന്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ മാങ്ങാത്തൊലി കുതിർത്ത് വെച്ചത് ഏകദേശം ഒരു 1/2 കപ്പ്, പിന്നെ ഒരു 4 പച്ചമുളക് കീറിയത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചുമന്നുള്ളി ഒരു 4 സ്ലൈസ് ചെയ്തത്, പിന്നെ ഇതിന് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഞാൻ നല്ല കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്, കുറച്ച് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ്. പിന്നെ ഈ മാങ്ങാത്തൊലിയുടെ വിശേഷം അമ്മ ഇപ്പം പറഞ്ഞു തരുവേ. മാങ്ങ, പച്ചമാങ്ങ, നല്ല പച്ചമാങ്ങ തൊണ്ടോടുകൂടി തന്നെ പൂളി ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. അതിന് ഉപ്പ് മാത്രം പരട്ടി നല്ല വെയിലത്തോട്ട് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ആ ഉപ്പ് പരട്ടി കുറച്ച് നേരം വെച്ചിരിക്കണം. ഒരു 2 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞിട്ട് വെയിലത്തോട്ട് വെച്ച് ഉണക്കിയെടുക്കണം. അതാണിത്. ഇത് എത്ര നാൾ വേണമെങ്കിലും ചീത്തയാകാതെ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇത് അച്ചാറിടാനും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാങ്ങാത്തൊലിയുടെ ഇത് വിശേഷം കണ്ടല്ലോ. ഇനിയിപ്പോൾ അമ്മ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ചട്ടിക്കകത്ത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം, ഇതിന് നമുക്ക് വഴറ്റലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞ പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ആ മത്തിയിൽ നന്നായിട്ടൊന്ന് പരട്ടി പിടിപ്പിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ യോജിപ്പിക്കുക. അതിനെ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി അങ്ങനെ പിടിച്ച് പരട്ടി കുറച്ച് നേരം ഒന്ന് വെക്കണം. അപ്പോഴാണ് അതിനകത്ത് ആ മത്തിയിലെ എല്ലാം മസാലയെല്ലാം പിടിച്ചോളും. ഇപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആ മാങ്ങാത്തൊലി നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പ്, അത് പുളിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മതി. അപ്പോൾ ഇത് നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ മാങ്ങാത്തൊലി ഉപയോഗിച്ചിട്ട് നല്ല ഒരു മത്തിക്കറി ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇതിൻ്റെ സവിശേഷത. അപ്പം മാങ്ങ ഉള്ളപ്പോൾ ഇതുപോലെ ചെറുതായിട്ട്, അത് നല്ല കണ്ടോ, നമ്മൾ ചെറുതായിട്ടാണ് അമ്മ അത് അരിഞ്ഞ് ഉപ്പ് പരട്ടി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തത്. പിന്നെ ഒരു കുറച്ച് വെള്ളം, അതായത് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി നമുക്ക് കുറച്ച് വെള്ളം, അതായത് മത്തി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനി ഞാൻ ശരിക്കും ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആ ഫുൾ അമ്മ വെള്ളം കൂടെ ഒഴിച്ച് കഴിയട്ടെ. അമ്മയുടെ കയ്യും എല്ലാം കഴുകി അതങ്ങ് ഒഴിച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ, ഇങ്ങനെ കലത്തിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. മത്തി ഇങ്ങനെ ആ പച്ചമുളകിൻ്റെ കളറും മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അതായത് ഒന്ന് നികന്ന് കിടക്കണം വെള്ളം. എന്നാലേ നമുക്കത് കറിയാക്കി വരുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ പോവുകയാണേ. ഇപ്പോൾ മത്തിക്കറി നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങാത്തൊലി ശരിക്കും നല്ല തീരെ ഡ്രൈ ആയതുകൊണ്ട് അത് വേഗം കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തിളയ്ക്കുന്നവരെ നല്ല ഹൈ ഹീറ്റിലിടുക. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റോളം മിക്കവാറും എടുക്കും. അപ്പോഴേക്കും അങ്ങനെ വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നാലേ ആ മാങ്ങാത്തൊലിയിൽ നിന്ന് ആ മാങ്ങയുടെ ടേസ്റ്റ് എല്ലാം ആ ചാറിലോട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ അടിപൊളി മാങ്ങാത്തൊലി മത്തിക്കറി അടുപ്പത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിക്കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിനൊന്ന് ചുറ്റിച്ചു കൊടുക്കുക, ചട്ടിയോടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമുക്ക് ഇളക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി ഇത് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 മിനിറ്റ് എടുക്കും ഇത് വെന്ത് കിട്ടാൻ. മാങ്ങാത്തൊലിയുടെ ആ പുളിയൊക്കെ ഇറങ്ങി ആ കറിയിൽ പിടിക്കണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് എടുക്കും. ആ ചെറിയ തീയിൽ അതിനെ വേവിച്ചെടുക്കും. നമ്മുടെ മത്തി മാങ്ങാത്തൊലി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല പച്ചവെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ആ പച്ചവെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നല്ല ഹൈലൈറ്റ് ചെയ്ത് കിട്ടും ഈ മത്തിക്കറിക്ക്. ഇനി ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോഴും ആ ചട്ടിയിൽ ഇപ്പോഴും തിള വരുന്നുണ്ട്. അതാണ് ചട്ടിയുടെ ഗുണം. അത് കുറച്ച് നേരത്തേക്കും കൂടെ അതിനകത്ത് ആ ചൂട് നിൽക്കും. ഇനി നമ്മൾ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം.